ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. ഞാനിന്ന് വന്നിട്ടുള്ളത് പൊളിറ്റിക്കൽ സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്, ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. ആ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നിങ്ങളുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക് തന്നെയാണ് വിമൻ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ആ ചാപ്റ്ററിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, മക്കളെ, നിങ്ങൾ ഇതേപോലെ തന്നെ ട്യൂഷൻ ഒന്നും ചേരാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടൊക്കെ ചേരാനൊക്കെ ഉള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു കിടിലൻ ഓഫർ ഉണ്ട്. അതാണ് സൈലത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അസ്ത്ര ബാച്ചിനകത്ത് നിങ്ങൾക്കറിയാം, അസ്ത്ര ബാച്ചിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അസ്ത്ര ബാച്ചിനകത്തുണ്ട്. നിങ്ങൾക്ക് റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ അല്ലേ, അത് അതിനകത്ത് ഉണ്ടാവും. പ്രധാനമായിട്ടും എക്സാമുകൾ നടക്കും, കൃത്യമായിട്ട് എക്സാമുകൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ തന്നെ നിങ്ങളുടെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലേക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സുകൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യുക, വിളിക്കുക, അസ്ത്രയുടെ ഭാഗമായിട്ട് വരിക കേട്ടോ. കാരണം നിങ്ങൾ സിസ്റ്റമാറ്റിക്കാണ് പഠിക്കുന്നതിന് ആഗ്രഹിക്കുന്നതെങ്കിൽ ഉടനെ അസ്ത്ര എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങാം കേട്ടോ, നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് വിമൻ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനെ കുറിച്ച്. അപ്പോൾ മക്കൾസെ, നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നമ്മുടെ സൊസൈറ്റിക്കകത്ത് ഒരുപാട് സോഷ്യൽ ഡിവിഷൻസുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് അറിയുന്നതാണ് ജെൻഡറുമായി ബന്ധപ്പെട്ട് ഇല്ലേ, ഈ പറയുന്ന നമ്മുടെ വിമൻ അല്ലെങ്കിൽ സ്ത്രീകൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിക്കകത്ത് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാം അല്ലേ. അപ്പം ശരിക്കും നിങ്ങൾക്കറിയാം, ഈ പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ അല്ലെ, ഈ ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സിലുള്ള ആൾക്കാരായിക്കോട്ടെ, അതേപോലെ തന്നെ വിമൻ മൂവ്മെന്റ്സിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഇവരൊക്കെ തന്നെ മെയിനായിട്ടും പറയുന്നത് ഈ പറയുന്ന വിമന് മെയിനായിട്ടും പവർ വേണമെങ്കിൽ, ഈ പറയുന്ന വിമൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ മറികടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഓവർകം ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം, അവർക്ക് ഒരു പവർ കിട്ടണം അല്ലേ. അതായത് സ്ത്രീകൾ ഇതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സൊസൈറ്റിക്കകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം, ഒരു പവർ വേണം എന്നുള്ളതാണ്. ആ പവർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഇതുപോലെ തന്നെ ഇലക്ഷനൊക്കെ മത്സരിച്ച് കൃത്യമായിട്ട് അവരൊക്കെ തന്നെ ഒരു ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആകുക എന്നുള്ളതാണ്. അതായത് അവരൊക്കെ തന്നെ പ്രധാനമായിട്ടും ഈ പറയുന്ന ഒരു ഇലക്ഷനൊക്കെ മത്സരിക്കുന്നു, അങ്ങനെയൊക്കെ വിജയിക്കുന്നു, അവർ ഇതുപോലെ തന്നെ MLA യും MP യും ഒക്കെ ആയിട്ട് മാറുക എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന വിമൻ അനുഭവിക്കുന്ന പ്രോബ്ലത്തിനൊക്കെ തന്നെയുള്ള ഒരു പരിഹാരം. കാരണം അങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന വിമന്റെ കയ്യിലേക്ക് എന്ത് ചെയ്യുന്നത്, പവർ വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അനുഭവിക്കുന്ന പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ പറ്റും, അത് പെട്ടെന്ന് തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് നിങ്ങൾക്ക് അവിടെ കാണേണ്ടത് വിമൻ റെപ്രസെൻറ്റേഷൻ ഇൻ ഇന്ത്യൻ ലെജിസ്ലേച്ചർ ആണ്. മക്കൾ ശ്രദ്ധിക്കുക, ഇന്ത്യൻ ലെജിസ്ലേച്ചറിനകത്ത് നമ്മുടെ വിമന്റെ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കണം. ബേസിക്കലി നമുക്കറിയാം, ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതൊരു മെയിൽ ഡോമിനന്റ് സൊസൈറ്റിയാണ് അല്ലേ. പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം, മെയിൽ ഡോമിനന്റ് ആണ്. പോപ്പുലേഷനിലൊക്കെ ഏറ്റവും കൂടുതലുള്ളത് മെയിലാണ്. എല്ലാ കാര്യങ്ങളിലും അല്ലേ, ഒട്ടുമിക്ക നിങ്ങൾ നോക്കിയാൽ ഈ പവറൊക്കെ തന്നെ കൺട്രോൾ ചെയ്യുന്നതിൽ ആര് തന്നെയാണ്, മെയിൽ ഡോമിനൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻ ഇന്ത്യ ദ പ്രൊപ്പോർഷൻ ഓഫ് വിമൻ ഇൻ ലെജിസ്ലേച്ചർ ഹാസ് ബീൻ വെരി ലോ. നിങ്ങൾ നോക്കിയാൽ മതി, നമ്മുടെ ലെജിസ്ലേച്ചറിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാം അല്ലേ, നമ്മുടെ മന്ത്രിമാരെ നോക്കിക്കോളൂ, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നമ്മുടെ മന്ത്രിമാർ അല്ലെങ്കിൽ നമ്മുടെ MLA MP ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അതിനകത്തൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വിമൻ പാർട്ടിസിപ്പേഷൻ എന്താണ്, വളരെ കുറവാണ്. കാരണം സ്ത്രീകൾ വളരെ അപൂർവമായിട്ടാണ്, വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് അതിലൊരു ചെറിയ നിങ്ങൾക്ക് കണ്ടത് ഒരു ചേഞ്ച് വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2009-ലാണ്. 2009 മക്കളെ ശ്രദ്ധിക്കാം, percentage of elected women members in Lok Sabha has crossed 10% of total strength for first time in 2009. മക്കളെ ശ്രദ്ധിക്കണം, 2009-നകത്ത് പ്രധാനമായിട്ടും നമ്മുടെ ലോക്സഭ ഇലക്ഷൻ ശ്രദ്ധിക്കണേ, ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത് നടന്നത്, ലോക്സഭ ഇലക്ഷൻ. ഈ 2009-ലെ ലോക്സഭ ഇലക്ഷനകത്ത് റിസൾട്ട് വന്ന സമയത്ത് ഏകദേശം ഒരു 10%ഓളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇതുപോലെ തന്നെ ഒരു വിമൻ പാർട്ടിസിപ്പേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അതായത് അവരുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഒരു 10%ഓളം എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു ചേഞ്ച് ആയിരുന്നു. വലിയൊരു ചേഞ്ച് മീൻസ് ഇന്ത്യയിൽ ഇതുവരെ അത്രത്തോളം അവരുടെ പോപ്പുലേഷൻ അനുസരിച്ച് ഇത്ര പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അപ്പോൾ അവരുടെ പോപ്പുലേഷനെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു 10%ഓളം ഇത്രയും വന്നത് ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഏത് ഇലക്ഷനിലാണ്, ഈ പറഞ്ഞ 2009 ലോക്സഭ ഇലക്ഷനകത്താണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ നോക്കിയാൽ മതി, ആ സമയത്ത് തന്നെ നിങ്ങൾ നോക്കി their share in state assembly is less than 5%. മക്കൾ ശ്രദ്ധിക്കുക, അതേ സമയത്ത് ഇപ്പോൾ ലോക്സഭയിൽ ഇത്രയും ഞാൻ ഒരു 10% ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി നോക്കാം അല്ലേ. സാധാരണ നമ്മുടെ സ്റ്റേറ്റിൽ ഈ പറഞ്ഞ നിയമസഭകളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയാണെങ്കിൽ അന്ന് ഈ പറഞ്ഞ വിമൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലെസ് ദാൻ
5% ആണ്. 5% താഴെയാണ് എവിടെയുള്ളത് അവിടെയുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ 2009 ഇതാണ് എന്ത് ചെയ്യുന്നത് നിലവിലുള്ള ഒരു സിറ്റുവേഷൻ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾ കണ്ടത് ഇന്ത്യയുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന വിമൻ ഈ പറയുന്ന അവരുടെ ഒരു ലെജിസ്ലേച്ചറിലൊക്കെ അവരുടെ റോൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് കാണണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഇതിനകത്ത് ഫസ്റ്റ് വൺ മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ ഉള്ളത് ഇന്ത്യക്കകത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രധാനപ്പെട്ട പിക്ചറാണ് അവിടെ ഉള്ളത്. രണ്ടാമത്തത് നിങ്ങൾ നോക്കിയാൽ ഈ പ്രൈം മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയാണ് കാണാൻ പറ്റുന്നത്. മക്കളെ നിങ്ങൾ നോക്കടാ, നമ്മൾ ഫസ്റ്റ് വൺ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ നോക്കി ഇന്ത്യക്കകത്തുള്ള പ്രധാനപ്പെട്ട ഈ ഒരു പ്രസിഡന്റ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ നോക്കിയാൽ മതി. ആകെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഫസ്റ്റ് വൺ പ്രതിഭ പാട്ടീൽ, അതേപോലെ തന്നെ ഇപ്പോഴുള്ള ദ്രൗപദി മുർമു. ഇങ്ങനെയുള്ള രണ്ടാൾക്കാർ മാത്രമാണ് ഈ പറയുന്ന ഇന്ത്യക്കകത്ത് ഇതുവരെ ഈ പറയുന്ന വിമൻ പ്രസിഡന്റ് ആയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഇത്രയും ആൾക്കാരാണ്. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും എന്ത് തന്നെയാണ്, ഇതുപോലെ തന്നെ മെയിലാണ്. അത് നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാം ഡോമിനേറ്റ് ചെയ്യുന്നത് എന്താണ്, മെയിൽ തന്നെയാണ് അല്ലേ. ഫീമെയിലിനൊന്നും വലിയ റോളൊന്നും കിട്ടിയിട്ടില്ല. ഇവർക്ക് രണ്ടാൾക്കാർക്ക് റോള് കിട്ടിയിട്ടുള്ളൂ. ഇനി നിങ്ങൾ നോക്ക്, അടുത്ത കേസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ നോക്ക് പ്രൈം മിനിസ്റ്റേഴ്സ് നോക്കാം. നമുക്ക് പ്രധാനമന്ത്രിമാരായിട്ടുള്ള ആൾക്കാർ നോക്കാം. പ്രൈം മിനിസ്റ്റേഴ്സിന്റെ കേസാണെങ്കിൽ നിങ്ങൾ നോക്ക്, നമ്മുടെ ഇന്ദിരാഗാന്ധി ഉണ്ട് അല്ലേ. ഇന്ദിരാഗാന്ധി ഉണ്ട്, നെഹ്റുവിന്റെ മകളാണ്. ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള അത്തരത്തിലേക്കുള്ള ഒരു സ്റ്റാറ്റസ് ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്ക്, അന്ന് അവർ ഇതേപോലെ ഒരു പ്രൈം മിനിസ്റ്റർ ആയി എന്നല്ലാതെ ഒരു വിമൻ പ്രൈം മിനിസ്റ്റർ നമുക്ക് പിന്നെ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ കണ്ടത് ഇതൊക്കെ വിമൻ എത്രത്തോളം നമ്മുടെ സൊസൈറ്റിയിൽ എത്രത്തോളം ഇതുപോലെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഈ പറഞ്ഞ ലെജിസ്ലേച്ചറിനകത്തൊക്കെ വിമൻ പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ കറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ നോക്ക്, അവിടെ പറയുന്നുണ്ട് ഇന്ത്യസ് പൊസിഷൻ ഇൻ ഫാർ ബിഹൈൻഡ് ആവറേജ് ആസ് വെൽ ആസ് സെവറൽ ഡെവലപ്പിംഗ് കൺട്രീസ് ഓഫ് ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക. നിങ്ങൾ നോക്കണം, ഈ ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്കയും നമ്മളെ പോലെ ഈ പറഞ്ഞ ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ള ആഫ്രിക്ക ആയിക്കോട്ടെ, അതുപോലെ ലാറ്റിൻ അമേരിക്ക ആയിക്കോട്ടെ, അവരെക്കാളൊക്കെ ആക്ച്വലി നമുക്ക് താഴെയാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത് ഈ വിമൻ പാർട്ടിസിപ്പേഷനകത്ത് ഇന്ത്യയുടെ ഒക്കെ ഒരു പൊസിഷൻ എന്നുള്ളത് എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കി കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ എന്താണ് ഈ പറഞ്ഞ വിമൻ പാർട്ടിസിപ്പേഷനൊക്കെ വീണ്ടും എന്ത് ചെയ്യണം, വരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇൻ ദ ഗവൺമെന്റ് ക്യാബിനറ്റ് ആർ ലാർജ്ലി മെയിൽ ഡോമിനേറ്റഡ് ആൻഡ് ഈവൻ വെരി ഫ്യൂ വിമൻ ബിക്കം ചീഫ് മിനിസ്റ്റർ ഓർ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, നമ്മുടെ മെയിനായിട്ടുള്ള ഗവൺമെന്റ് ആയിക്കോട്ടെ അതുപോലെ ക്യാബിനറ്റ് ആയിക്കോട്ടെ, ഇതിനകത്തൊക്കെ മെയിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ആര് തന്നെയാണ്, മെയിൽ ഡോമിനന്റ് തന്നെയാണ്. മെയിൽ ഡോമിനൻസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. അപ്പോൾ പറഞ്ഞല്ലോ, ആകെ ഇതേപോലെ തന്നെ ചീഫ് മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ളത് ഈ പറഞ്ഞ വിമൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ളത് എത്രയാണ്, ഈ പറഞ്ഞ വിമൻ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് നിലവിലുള്ള ഇന്ത്യയുടെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഓവർകം ചെയ്യണം അല്ലേ. ഇതിനെ ഓവർകം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ലീഗൽ ഫ്രെയിം വർക്ക് ഓഫ് വുമൻ റെപ്രസെന്റേഷൻ ആണ്. ഈ വുമൻ റെപ്രസെന്റേഷന് വേണ്ടി നമ്മൾ ലീഗലി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി പറയാൻ പോകുന്നത്. അതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന ഒന്നാണ് പഞ്ചായത്തി രാജ്. നിങ്ങൾ നോക്കിയാൽ മേക്കിംഗ് ലോസ് ഫോർ ഫെയർ പ്രൊപ്പോർഷൻ ഓഫ് വിമൻ ഇൻ എലക്റ്റഡ് ബോഡീസ്. മക്കളെ, എലക്റ്റഡ് ബോഡീസിനകത്തേക്ക് വിമൻ റെപ്രസെന്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ഒരു സാധനമാണ് പഞ്ചായത്തി രാജ് എന്ന് പറഞ്ഞാൽ കേട്ടോ. പഞ്ചായത്തി രാജ്. അപ്പോൾ പഞ്ചായത്തി രാജിലൂടെ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് സംഭവിച്ചത്. നിങ്ങൾക്ക് ഒരുപാട് വിമൻ പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കുറേ റെപ്രസെന്റേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെയൊക്കെ തുടർന്നാണ് കുറേ കിട്ടുന്നത്. നിങ്ങൾ നോക്ക്, 1/3 seats in local self-government bodies in panchayat and municipality are now reserved for women. അപ്പോൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ പറഞ്ഞ 1/3 ഓഫ് സീറ്റ് അല്ലേ. 1/3 ഓഫ് സീറ്റ്സ് ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട പഞ്ചായത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലായിക്കോട്ടെ, ഇതൊക്കെ തന്നെ ആർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ തന്നെ വിമണിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റിസർവ് ചെയ്തിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പം നിങ്ങളുടെ നാട്ടിലൂടെയുള്ള ചില മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഓക്കെ, പഞ്ചായത്താണെങ്കിൽ ചില വാർഡുകളൊക്കെ അവിടെ സ്ത്രീകൾ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, മത്സരിക്കാനുണ്ടാവും അല്ലേ. അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രധാനപ്പെട്ട എന്തുണ്ട്, നമുക്ക് വാർഡുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലേക്ക് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിനകത്തൊക്കെ ഈ പറഞ്ഞ വിമൺ എന്ത് ചെയ്യുന്നുണ്ട്, റിസർവേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/3 സീറ്റ്സ് ഇതേപോലത്തെ ആർക്ക് വേണ്ടിയിട്ടാണ്, വിമണിന് വേണ്ടിയിട്ടാണുള്ളത്. കാരണം അവരുടെ റെപ്രസെന്റേഷൻ എന്ത് ചെയ്യണം, നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവന്നത് കേട്ടോ. അത് കൂടാതെ മക്കളെ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും there are more than 10 lakh elected women representatives in India. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇന്ന് ഇന്ത്യക്കകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഏകദേശം ഒരു 10 lakh elected women representatives എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതിനകത്തൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ കാണേണ്ടത്, വിമൻ പാർട്ടിസിപ്പേഷൻ ഭയങ്കരമായിട്ട് നമുക്ക് കൊടുക്കണം എന്നുള്ളതൊക്കെ ഒരുപാട് വർഷത്തോളം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊക്കെ ആഗ്രഹിച്ചതാണ്. അതിനുവേണ്ടി ഒരുപാട് പ്രധാനപ്പെട്ട സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ശ്രദ്ധിക്കുക 2023, അതായത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 2023 കേട്ടോ. 2023
നാരി ശക്തി വന്ദൻ അഭിനയം അഭിനിധിയം അഭിനിയം ട്ടോ സോറി അധിനിയം എന്നോട് തന്നെ മാറിപ്പോയാണ്. ഓക്കെ, എന്തായാലും പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം. ഓക്കെ, നാരി ശക്തി വന്ദൻ അധിനിയം അല്ലെങ്കിൽ വിമൻസ് റിസർവേഷൻ ആക്ട് 2023. ഇങ്ങനെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട് എന്ത് ചെയ്യാണ് വരികയാണ്. അപ്പോൾ ആ ആക്ട് പ്രകാരം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇൻ 2023 നാരി ശക്തി വന്ദൻ അധിനിയം വിമൻ റിസർവേഷൻ ആക്ട് 2023 ഹാസ് പാസ്ഡ്. It reserves 30% of seats for women in Lok Sabha, state assemblies and also in Delhi assemblies. മക്കൾ ശ്രദ്ധിക്കണം, ഈ പറയുന്ന ഈ ഒരു പ്രധാനപ്പെട്ട ആക്ട് പ്രകാരം 33%ഓളം ഇതേപോലെ തന്നെ സീറ്റുകൾ അല്ലേ, 33% സീറ്റ്സുകൾ ആർക്ക് വേണ്ടിയിട്ട്, ഇതുപോലെ തന്നെ വിമന് വേണ്ടിയിട്ട്. എവിടേക്കാണ് അത് ചോദിച്ചാൽ പ്രധാനമായിട്ടും നമ്മുടെ ലോക്സഭയിൽ, രണ്ടാമത്തത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിൽ, അതുപോലെ തന്നെ ഡൽഹി അസംബ്ലിയിൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാരി ശക്തി വന്ദൻ അധിനിയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട് തന്നെയാണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറയുന്ന വിമൻ റിസർവേഷൻ ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇത് പ്രകാരമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏകദേശം ഒരു 33%ഓളം സീറ്റ്സ് ആർക്ക് കിട്ടിയിട്ടുണ്ട്, വിമന് റിസർവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലേക്ക് നമ്മുടെ സൊസൈറ്റിക്കകത്ത് ഒരുപാട് പ്രോബ്ലംസ് ആര് ഫേസ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ വിമൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ജെൻഡറുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് മക്കൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ത് ചെയ്യണം, ഈ ഒരു ടോപ്പിക് മക്കൾ നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം എക്സാമിന് ഓറിയന്റഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ വരാം അല്ലേ, വിമൻ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷനെ കുറിച്ചൊക്കെ ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം കറക്റ്റായിട്ട് മക്കൾ എന്ത് ചെയ്യുക, പഠിക്കുക. സോ എല്ലാ ആൾക്കാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഇത് വീഡിയോയുടെ താഴെ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഇതുവരെ ട്യൂഷനൊന്നും ചേരാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സൈലത്തിൻ്റെ ഒരു കിടിലൻ ബാച്ച് ഒരുങ്ങിയിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ അസ്ത്ര ബാച്ചാണുള്ളത്. അപ്പോൾ അസ്ത്ര ബാച്ചിനകത്ത് താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിക്കുക, അസ്ത്രയുടെ ഭാഗമായി മാറുക. സോ നമുക്ക് എല്ലാവർക്കും അസ്ത്രയിൽ കാണാം. സോ താങ്ക് യു എവരിവൺ, താങ്ക് യു ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ ആൻഡ് കോപ്പറേഷൻ. കാണാം മക്കളെ, ബൈ എവരിവൺ, ബൈ.